ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? വയോജനങ്ങൾക്കൊരു തണലാകുമോ ആയുഷ്മാൻ ഭാരത്? അനുദിനം റെക്കോർഡ് തകർക്കുന്ന സ്വർണ്ണവില. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായ കുടുംബാടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുതിർന്ന പൗരന്മാരും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസി നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതുമാണ്. 6 കോടി മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ ഏകദേശം 4 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ആയുഷ്മാൻ ഭാരത് ലോകത്തെ ഏറ്റവും വലിയ പൊതുധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഡിജിറ്റൽ സേവ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുമാണ് ഇതിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉള്ളതും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ളതുമായ മുതിർന്ന പൗരന്മാർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നതാണ് ആയുഷ്മാൻ ഭാരതിന്റെ ഒരു പ്രത്യേകത. സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരതിനെ കേരള സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കുക. സംസ്ഥാനം 1000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ 151 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുക. ആയുഷ്മാൻ ഭാരത് ദേശീയ ആരോഗ്യ സംരക്ഷണ ദൗത്യം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുണ്ട്. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാണ് ലഭിക്കുക. അധികമായി ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ 70 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല. അമേരിക്കൻ പലിശ നിരക്കിലെ 0.5% ഇളവ് സ്വർണത്തെ മോഹവിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് തുടരുമെന്ന പ്രതീക്ഷയും ഇസ്രയേൽ ഹമാസ് സംഘർഷം കനക്കുന്നതും സ്വർണ്ണവില ഉയരാൻ ശക്തി പകരുകയാണ്. കത്തിക്കയറുകയാണ് സ്വർണ്ണവില. അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചതിന് ശേഷം സ്വർണ്ണവില തുടർച്ചയായ ദിവസങ്ങളിൽ മുന്നേറ്റത്തിലാണ്. പലിശ കുറച്ചതിന് പിന്നാലെ US ഡോളറും US സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും ദുർബലമായത് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുടെ സ്വീകാര്യത കൂട്ടിയിരിക്കുകയാണ്. നവരാത്രി, ദസറ, ദീപാവലി ഉത്തരേന്ത്യയിൽ വിവാഹ സീസണാണെന്നതും ആഭരണ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. നവംബർ, ഡിസംബർ മാസങ്ങളിൽ 35 ലക്ഷം വിവാഹങ്ങളാണ് രാജ്യത്ത് നടക്കുകയെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച പവന്റെ വില 600 രൂപ കൂടി 55,680 രൂപയിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില $2,600 ഭേദിച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനിടെ കേരള വിപണിയിൽ 1,080 രൂപയാണ് പവന് വർദ്ധിച്ചത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ഉത്സവ ലഹരിയുടെ ആലസ്യത്തിൽ നിന്നും കാർഷിക മേഖല ഇനിയും തിരിച്ചുവരവ് നടത്തിയിട്ടില്ല. പല ഉൽപ്പന്നങ്ങളും കരുത്ത് നിലനിർത്തിയപ്പോൾ നാളികേര ഉൽപ്പന്നങ്ങൾ അതിശക്തമായ കുതിച്ചുചാട്ടം കാഴ്ചവെച്ചു. കൊപ്ര സംഭരണ ഏജൻസികൾക്ക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത വിധം കുതിച്ചുചാട്ടമാണ് പോയ വാരം ദക്ഷിണേന്ത്യൻ വിപണികളിൽ കൊപ്രയും പച്ചതേങ്ങയും കാഴ്ചവെച്ചത്. സംഭരണത്തിൽ തണുപ്പൻ മനോഭാവം പുലർത്തിയ കൊപ്രയാട്ട് വ്യവസായികൾ ഉത്സവ ദിനങ്ങളിൽ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ പരമാവധി വിറ്റഴിക്കാനാണ് മത്സരിച്ചത്. കൊച്ചിയിൽ കൊപ്ര വില 10,800 നിന്നും അതിവേഗത്തിൽ 11,900 കയറി. എന്നാൽ കാര്യമായ ചരക്ക് ശേഖരിക്കാനായില്ലെന്നാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരം. കൊപ്ര ഉൽപാദകർ ചരക്കിൽ പിടിമുറുക്കിയാൽ വില ഇനിയും ഉയരാനാണ് സാധ്യത. കേന്ദ്രം കൊപ്രയ്ക്ക് പ്രഖ്യാപിച്ച താങ്ങുവില ക്വിന്റലിന് 11,160 രൂപയാണ്. താങ്ങുവിലയേക്കാൾ 740 രൂപ ഉയർന്നാണ് ഇപ്പോൾ ഇടപാടുകൾ നടക്കുന്നത്. നാഫെഡ് അടക്കമുള്ള ഏജൻസികൾ കർഷകരിൽ നിന്നും താങ്ങുവില നൽകി ചരക്ക് സംരക്ഷിച്ചിട്ട് പോലും കരുത്ത് കാണിക്കാത്ത കൊപ്ര നിലവിൽ 12,000 രൂപയിലേക്ക് ഉയരാനുള്ള ശ്രമത്തിലാണ്. വാരാന്ത്യം വെളിച്ചെണ്ണ 11,000 രൂപ ഉയർന്ന് 18,300 രൂപയിലാണ്. ദീപാവലി, നവരാത്രി ഡിമാൻഡിനിടയിൽ കുരുമുളകിന്റെ വില കുറയ്ക്കാൻ വടക്കേന്ത്യൻ വാങ്ങലുകാർ സംഘടിത ശ്രമം തുടങ്ങി. കർഷകരിൽ നിന്നും ഏറ്റവും താഴ്ന്ന നിരക്കിൽ വാങ്ങാനാണ് അവരുടെ നീക്കം. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള നാടൻ കുരുമുളക് കൊച്ചിയിൽ കാര്യമായി എത്തുന്നില്ല. ഓഫ് സീസണിലെ വിലക്കയറ്റത്തിനിടയിൽ ഉത്തരേന്ത്യൻ വാങ്ങലുകാരും തിരക്കിട്ട് മുളക് സംഭരിക്കുകയും ചെയ്തു.
ദീപാവലിക്ക് 1 മാസം മാത്രം ശേഷിക്കുന്നതിനാൽ ഇനിയും ഡിമാൻഡ് ഉയരുമെന്നാണ് നിഗമനം. കൊച്ചിയിൽ അൺഗാർബിൾ കുരുമുളക് വില 65,200 രൂപ. കാത്തിരിപ്പിനൊടുവിൽ ഏലം സീസൺ തുടങ്ങി. ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ മൂപ്പത്തിയ കായ പറിക്കുന്ന തിരക്കാണ്. ഇക്കുറി ഉൽപാദനത്തിൽ കുറവുണ്ടാകുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. 2023 സീസണിൽ പ്രതിദിനം 12 ടൺ ഏലക്ക വരെ വിൽപ്പനയ്ക്കെത്തിയിരുന്നു. ഇക്കുറി വൈകി സീസൺ ആരംഭിച്ചത് മൂലം വരവ് 4-1 ചുരുങ്ങിയേക്കും. ഈ സ്ഥിതി തുടർന്നാൽ ഡിസംബർ അവസാനം വരെയുള്ള മൊത്തം ഉൽപാദനത്തിൽ വന്നിടിവ് സംഭവിക്കാം. വാരാന്ത്യം ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2400 ഉയർന്നപ്പോൾ മികച്ച ഇനങ്ങളുടെ വില 3000 രൂപയിലേക്ക് അടുത്തു. രാജ്യാന്തര റബ്ബർ വിപണി ബുള്ളിഷ് മൂഡിൽ നീങ്ങുന്നു. ചൈനീസ് വ്യവസായികളിൽ നിന്നുള്ള ശക്തമായ വാങ്ങൽ താൽപര്യം ഷാങ്ഹായ് എക്സ്ചേഞ്ചിനെയും ജപ്പാൻ, സിംഗപ്പൂർ വിപണികൾക്കും കരുത്തായി. വിദേശത്തു നിന്നും പ്രതികൂല വാർത്തകൾ പുറത്തു വന്നാൽ ഇന്ത്യൻ ടയർ വ്യവസായികൾ ആഭ്യന്തര മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കാനും ഇടയുണ്ട്. മാസാവസാനത്തോടെ ഉൽപാദന മേഖലയിൽ നിന്നും കൂടുതൽ ഷീറ്റും ലാറ്റക്സും വിൽപ്പനയ്ക്ക് ഇറങ്ങിയാൽ നിരക്ക് താഴ്ത്താനും ഇടയുണ്ട്. 4ാം ഗ്രേഡ് കിലോ 232 രൂപയിലും ലാറ്റക്സ് കിലോ 132 രൂപയിലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. കരുത്തുറ്റ ഫീച്ചറുകളും ആധുനിക ഡിസൈനുമായി പുതിയ ടാറ്റ സുമോ ഗോൾഡ് SUV വിപണിയിലേക്ക്. വാഹനം സ്വന്തമാക്കാൻ ഇന്ത്യക്കാർ 12 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. ടാറ്റയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ബോൾഡ് ലുക്കും കരുത്തുറ്റ എഞ്ചിനുമാണ്. മികച്ച ഫീച്ചറുകളും ആധുനിക ഡിസൈനും അടങ്ങിയതാണ് പുതിയ ടാറ്റ സുമോ ഗോൾഡ് SUV. ഇന്ത്യൻ വിപണിയിൽ നിലവിൽ വിൽപ്പന തുടങ്ങിയിട്ടില്ല. പുതിയതായി രൂപകൽപ്പന ചെയ്ത ബമ്പറും LED-RLോട് കൂടിയ ഫോഗ് ലൈറ്റും അതിനൊപ്പമുള്ള LED ഹെഡ്ലൈറ്റുമാണ് പുതിയ ഫീച്ചറുകളിലൊന്ന്. കാറിന്റെ ബോഡിയിൽ മാത്രമല്ല മാറ്റങ്ങൾ. പുതിയ സ്റ്റിയറിംഗ് വീലും പുതിയതായി രൂപകൽപ്പന ചെയ്ത ഡാഷ്ബോർഡ് ലേഔട്ടും കൂടിയാണ് ഈ SUVയിൽ എത്തുക. പുതിയ ലെതർ സീറ്റുകൾക്കൊപ്പം സോഫ്റ്റ് ടച്ച് സൗകര്യവും ഉണ്ടാകും. സുരക്ഷാ ഫീച്ചറിൽ 6 എയർ ബാഗുകൾ അടങ്ങിയ മികച്ച ഫീച്ചറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കമ്പനി. ടാറ്റ ഹാരിയറിന്റെയും ടാറ്റ സഫാരിയുടെയും സമാന എഞ്ചിനാണ് ഇവയ്ക്ക്. 2025 നിരവധി SUVകളാണ് നിരത്തിലെത്തുന്നത്. വാഹനപ്രേമികളെ ആകർഷിക്കുമോ 7 സീറ്റുകളുള്ള മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര? വരുന്ന വർഷം ജനപ്രിയ കാർ നിർമ്മാതാക്കളെല്ലാം വിപണി സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രമുഖ വാഹന നിർമ്മാതാക്കളും പുതിയ കാറുകളും ഇതിനകം ജനപ്രിയമായ മോഡലുകളുടെ അപ്ഡേറ്റ് ചെയ്ത പതിപ്പുകളും രാജ്യത്ത് അവതരിപ്പിക്കുന്നതിനുള്ള പണിപ്പുരയിലാണ്. മാരുതി സുസുക്കിയിൽ നിന്നുള്ള ജനപ്രിയ ഹൈബ്രിഡ് SUVയാണ് വാഹനപ്രേമികളെ ആകർഷിക്കാനെത്തുന്നവയിൽ മുൻപന്തിയിൽ. പുതിയ പതിപ്പിൽ ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത്. 1.5 ലിറ്ററിന്റെ കരുത്തുറ്റ പെട്രോൾ എഞ്ചിനായി വാഹനത്തിനുണ്ടാകുക. നീളമേറിയ രൂപകൽപ്പനയാണ് വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. 15 ലക്ഷത്തിലധികം വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുട്ടാവുന്ന സ്മാർട്ട് ഫോണുമായി സാംസങ്. 2025 പകുതിയോടെ സാംസങ്ങിന്റെ പുതിയ താരം വിപണിയിലെത്തും. ചുരുട്ടിവെക്കാനും ചുരുൾ നിവർത്തി വലിയ സ്ക്രീൻ ആക്കാനും സാധിക്കുന്ന വഴക്കമുള്ള സ്ക്രീൻ. സാംസങ് ആദ്യ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ പുറത്തിറക്കി 6ാം വർഷത്തിലെത്തുമ്പോഴാണ് റോളബിൾ ഫോണിന്റെ പിറവി. ലോഞ്ചും ഫീച്ചറുകളും സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും സാംസങ് നടത്തിയിട്ടില്ല. 12.4 ഇഞ്ച് റോളബിൾ ഡിസ്പ്ലേയുള്ള സ്മാർട്ട് ഫോണാണ് സാംസങ് വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളുടെ വലിപ്പത്തിന് സമാനം. അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഫോൾഡബിൾ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയിൽ ഇതിനകം വിവിധ പരീക്ഷണങ്ങൾ സാംസങ് നടത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് G ആകൃതിയിൽ 2 തവണ മടക്കാവുന്ന സ്ക്രീനും ട്രിപ്പിൾ ഫോൾഡിംഗ് സ്ക്രീനും റോളബിൾ സ്ക്രീനുമെല്ലാം സാംസങ് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോൺ കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ട്രൈഫോൾഡിൽ നിന്ന് മാറി റോളബിൾ ഫോൺ അവതരിപ്പിക്കുന്നതിലാണ് സാംസങ് ശ്രദ്ധ നൽകുന്നതെന്നാണ് വിലയിരുത്തൽ. നത്തിങ്ങിന്റെ പുതിയ ഇയർബഡ്സ് ഇയർ ഓപ്പൺ വരുന്നു.
വരുന്ന ചൊവ്വാഴ്ച വരെ കാത്തിരുന്നാൽ മതിയാകും. ആപ്പിൾ എയർപോഡ് 4ന് വെല്ലുവിളി ഉയർത്തി നത്തിങ് പുതിയ ഇയർ ഓപ്പൺ വിപണിയിലെത്തിക്കുകയാണ്. നത്തിങ് സ്മാർട്ട്ഫോണുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവയായിരിക്കും ഇയർ ഓപ്പൺ. വിപണിയിൽ അനേകം ട്രൂലി വയർലെസ് ഇയർബഡുകൾ ഉണ്ട്. എന്നാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനുള്ള ഓപ്പൺ ഇയർ ഡിസൈനോടുകൂടിയ ഇയർബഡുകൾ അധികമില്ല. പുതിയ ഇയർ ഓപ്പൺ മോഡലിൽ ഓപ്പൺ ഇയർ ഡിസൈനും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും ഉണ്ടാകും. നത്തിങ് ഇയർ എന്ന ഇയർബഡിന്റെ അപ്ഗ്രേഡ് ചെയ്ത പതിപ്പായിരിക്കും ഇയർ ഓപ്പൺ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇയർ ടിപ്പില്ലാത്ത ഇയർബഡാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഉയർന്ന റെസല്യൂഷനുള്ള ഓഡിയോ കൊഡെക് പിന്തുണ ഉണ്ടായിരിക്കും. ബാറ്ററി ലൈഫ് 1 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ആൻഡ്രോയിഡിലും iOSലും അനുയോജ്യമായ നിർമ്മിതിയായിരിക്കുമെന്നാണ് പ്രതീക്ഷ. വിനോദവാരം. വരാനിരിക്കുന്ന ഹോളിവുഡ് സിനിമകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഈ ഒക്ടോബറിൽ കിടിലൻ 8 ഹൊറർ ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലുമായി എത്തുന്ന ചിത്രങ്ങളുടെ ട്രെയിലറുകൾ ഇതിനോടകം തന്നെ ഏറെ ജനപ്രീതി നേടിക്കഴിഞ്ഞു. ഹാലോവിൻ സ്ട്രീം ഫെസ്റ്റിനായി അണിയറയിൽ ഒരുങ്ങുന്ന പ്രേത ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഹോളിവുഡ് ആരാധകർ. ട്രെയിലറിലൂടെ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിലെത്തിച്ച ഡോബർമാന്റെ സേലം സ്ലോട്ട് ഒക്ടോബർ 3 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ സ്പാനിഷ് ഹൊറർ ചിത്രമായ ദ പ്ലാറ്റ്ഫോം 2 നെറ്റ്ഫ്ലിക്സിലൂടെയും കൊർണേലിയസ് ഉലിയാനോ, ബ്രയാൻ ഷുൾസ് എന്നിവരുടെ തിരക്കഥയിൽ നിന്ന് ഡേവിഡ് ഹെൻറി സംവിധാനം ചെയ്ത മോൺസ്റ്റർ സമ്മർ തിയേറ്ററുകളിലൂടെയും പ്രേക്ഷകരിലേക്കെത്തും. 1975 സ്റ്റീഫൻ കിങ് എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയതാണ് സേലം സ്ലോട്ട്. ഈ അമാനുഷിക ഹൊറർ ചിത്രത്തിൽ ലൂയിസ് പുൾമാൻ, ആൽഫ്രെ വുവാർഡ്, മെക്കൻസീലി, ബിൽ ക്യാമ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തും. 2019 പുറത്തിറങ്ങിയ സ്പാനിഷ് ഡിസ്റ്റോപ്പിയൻ ത്രില്ലറായ ദ പ്ലാറ്റ്ഫോമിന്റെ 2ാം പതിപ്പാണ് ദ പ്ലാറ്റ്ഫോം 2. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഹൊറർ ചിത്രമാണ് ടെറിഫയർ 3. ഡാമിൻ ലിയോണിന്റെ തീവ്ര അക്രമാസക്തമായ ഹൊറർ സീരീസിലെ 3ാം പതിപ്പിൽ ഡേവിഡ് ഹൊവാർഡ് തോണ്ടൺ ആർട്ട്ലി ക്ലോണിന്റെ വേഷം വീണ്ടും അവതരിപ്പിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രം 11-ന് ബോക്സ് ഓഫീസുകളിലെത്തും. പിന്നാലെ 3 ചിത്രങ്ങളാണ് ഒരുമിച്ച് റിലീസിനൊരുങ്ങുന്നത്. പാർക്കർ ഫിൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സൈക്കോളജിക്കൽ അമാനുഷിക ഹൊറർ ചിത്രമായ സ്മൈൽ 2, അക്രമകാരിയായ സോംബി കങ്കാരുവിന്റെയും പോലീസ് ഓഫീസറുടെയും കഥ പറയുന്ന റയാൻ കൂനൻ ചിത്രം റിപ്പി, സ്പൈഡർ 1 എന്നറിയപ്പെടുന്ന സംവിധായകനും ഗായകനുമായ മൈക്കിൾ ഡേവിഡ് കമ്മിങ്സിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് നിർമ്മിച്ച ലിറ്റിൽ ബൈറ്റ്സ് എന്നിവയാണ് 18-ന് റിലീസിനെത്തുക. ഹന്ന മാക്ഫെർസന്റെ സംവിധാനത്തിലെത്തുന്ന ടൈംകെട്ടാണ് ഇതേ മാസം അവസാനമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഹൊറർ സ്ലാഷർ ചിത്രം. തന്റെ സഹോദരിയെ രക്ഷിക്കാൻ കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രത്തിനായി ഒക്ടോബർ 30 വരെ പ്രേക്ഷകർ കാത്തിരിക്കണം. ഇനി പ്രധാന ഇവന്റുകൾ. കേരള ട്രാവൽ മാർട്ടും കോവളം മാരത്തോണും. കേരള ട്രാവൽ മാർട്ട് 12ാം എഡിഷൻ കൊച്ചിയിൽ. അടുത്തയാഴ്ച 26 മുതൽ 29 വരെ 4 ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം ബിസിനസ് മേള. തിരുവനന്തപുരം യങ് ഇന്ത്യൻസ് സംഘടിപ്പിക്കുന്ന കോവളം മാരത്തോൺ സെപ്റ്റംബർ 29-ന്. ശംഖുമുഖം ബീച്ച് മുതൽ കോവളം സീറോക്ക് വരെയാണ് മാരത്തോൺ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.